ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് മതി രാജു, നിങ്ങള് പതുക്കെ വന്നാ മതി കേട്ടോ. ശരി സാർ, നമുക്കറിയാം. നീ നടക്ക, ഇറങ്ങിക്കോളൂ. അയ്യോ, നിക്കണം. ആരായിരിക്കും അവര്? എന്തിനാ അവര് വീടാക്രമിച്ച? പല കള്ളന്മാരുമായിരിക്കും, കക്കാൻ വന്നതായിരിക്കും. ഏയ്, അവര് കള്ളന്മാരൊന്നല്ല, ലക്ഷ്യം വേറെയായിരുന്നു. ഇന്ന് ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്ന ദിവസമാണെന്ന് അവർക്കറിയാം. ഇത്രയും പേര് ഇവിടെ താമസമുണ്ടെന്ന് അവർക്കറിയാം. അപ്പൊ ഉറപ്പായും അവര് കള്ളന്മാരായിരിക്കില്ല. എന്റെ ഓർമ്മയിൽ ഇതുവരെ കള്ളന്മാരാരും ഇവിടെ വന്നിട്ടില്ല. അപ്പൊ പിന്നെ എന്തായാലും നാളെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാം. നേരം കുറെ ആയില്ലേ, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം. എന്തായാലും ഇനി അവന്മാര് വരില്ല. ജീവനും കൊണ്ട് അവന്മാര് ഓടിയത്. ആ, എല്ലാരും ഉറങ്ങിക്കോ. ഞാനും ജയനും ഇവിടെ പുറത്ത് കാവലുണ്ടാവും. നിങ്ങൾ വന്ന് കിടന്നേ, സുഖമില്ലാത്തല്ലേ? എടി, എനിക്കൊരു അസുഖമില്ല. നീ പോയി കിടന്നേ. നീ അവിടെ നിൽക്ക്. ഞാനിവിടെ പണ്ട് കാവലല്ലായിരുന്നോ? ആ, വർമ്മ സാറ് ചെന്നാട്ടെ. ആ, നിങ്ങളെല്ലാരും ചെന്നോ? നീ പൊക്കോടാ. മഹാരാജു, ഞാൻ കൂട്ട് വേണോടാ മോനെ? പിന്നെ എനിക്കാരാ കൂട്ട്? ഇങ്ങോട്ട് വന്നേ. അച്ഛാ, നല്ല കോടമഞ്ഞിറങ്ങി വരുന്നുണ്ട്. നല്ല കാട്ടുമൃഗങ്ങളാണ് വരുമോ? പാച്ചടാ, അപ്പൊ നോക്കാം. നല്ല കുളിരി. ഒരു കുപ്പി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അസലായിരുന്നു. തൊട്ടി മനുഷ്യൻ. ആനയും കടുവയും തമ്മിലുള്ള അടിയാ. അങ്ങനെ പലതും അവിടെ നടക്കും. എടാ, അത് കാടാ. ഒന്നും മറ്റൊന്നിനെ കൊന്നു തിന്നും. അതാ കാട്ടു നിയമം. എന്താടാ? സോറി. എന്ത് സോറി? എടാ, എവിടുന്ന് കിട്ടിയടാ ആ റാസ്കലിനെ ഒക്കെ? ഗുണ്ടകളാണ് പോലും, ഒരു ഗുണ്ടകള്. എന്റെ അമ്മേ, ആ കോവിലത്തൊരു പടയ്ക്കുള്ള ആളുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനാ? എടാ, ഏത് പടയാണെങ്കിലും ആ സരസ്വതിയെ കുത്തി വീഴ്ത്തിട്ട് പോവായിരുന്നില്ലേ ഏതെങ്കിലും ഒരുത്തിന്? എല്ലാം കൂടെ ഇരച്ചു വന്നപ്പോ പതറിപ്പോയി അമ്മേ. ആ രാജുവാണെങ്കിൽ എന്നെ അനങ്ങാൻ പോലും സമ്മതിച്ചില്ല. നിനക്ക് ശരിക്ക് കിട്ടിയല്ലേ? കിട്ടിയതിനേക്കാൾ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും സാരയില്ല. ഒരു അറ്റംപ്റ്റ് പാഴായിന്ന് വെച്ച് നിരാശപ്പെടണ്ട. അവരെ തീർക്കാൻ
ഇനിയും കിടക്കുമല്ലേ അവസരം. നീ ഫോൺ വെക്കേ. ശരി അമ്മേ. മോണിക്ക, എല്ലാരും രാവിലെ തന്നെ മടങ്ങുവാണോ? അതെ, പ്രതാപൻ അർജന്റ് ആയിട്ടൊരു ഫോൺ വന്നു. മിനിസ്റ്റർ അല്ലേ, പോവാതിരിക്കാൻ പറ്റൂ? അത് ശരിയാ. ഇവിടെ നിന്ന് അങ്ങനെ പോകാൻ തോന്നില്ല. ഭരണാധികാരിയായ ഇങ്ങനെ ചില കുഴപ്പമുണ്ട്. അല്ല, അമ്മ വരുന്നില്ലേ? ഞാനും വരിക. ഉറപ്പേ പോയിട്ട് വരട്ടെ. ഇനി എപ്പോ വരാനാ? കുറുപ്പിനെ അങ്ങോട്ട് വരാലോ. ഇതൊക്കെ ഇവിടെ ഇട്ടേച്ചോ? എന്നാ പോവാം. കുറുപ്പേ, രാജു, ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഇനി ഈ തറവാടും ഏക്കർ കണക്കുള്ള കൃഷിഭൂമിയും തോട്ടവും കാവും ക്ഷേത്രവും എല്ലാം ഇനി രാജുവിന്റെ ചുമതലയില. എല്ലാത്തിന്റെയും താക്കോല്. വാങ്ങിക്കോളൂ. അത് വാങ്ങിക്കേ. പോകാം. അമ്മമ്മേ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട് അമ്മമ്മേ. എന്താ? ഞാനും ഋതിക മേഡവും പകലിവിടെ നിന്നിട്ട് വൈകുന്നേരം വരാം. അത് മതി രാജു. നിങ്ങള് പതുക്കെ വന്നാ മതി കേട്ടോ. ശരി സാർ, നമുക്കിറങ്ങാം. വാ, നീ നടക്ക. ഇറങ്ങിക്കോളൂ. അകലെ